ഇടുക്കി നെടുങ്കണ്ടത്ത് ജനവാസ മേഖലയിൽ ഭീതി പരത്തി അജ്ഞാതൻ വിളയാടുകയാണ്. വീട്ടിലെത്തുന്ന അജ്ഞാതൻ കൃഷിയും വീട്ടുപകരണങ്ങളും നശിപ്പിച്ച് ആളുകളെ വലിയ തോതിലാണ് ബുദ്ധിമുട്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളെ നേരിട്ട് കണ്ട ഒരു കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. നാട്ടുകാരും പോലീസും പ്രദേശത്ത് വ്യാപകമായി പരിശോധന നടത്തിയെങ്കിലും അജ്ഞാതനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നെടുങ്കണ്ടം കല്ലാറിൽ ജനങ്ങൾ മേഖലയിലാണ് ഒരാഴ്ചയായി അജ്ഞാതന്റെ വിളയാട്ടം. കൃഷിവിളകൾ നശിപ്പിക്കുകയും വീട്ടിൽ ജലസേചനം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന മോട്ടോറുകൾക്ക് കേടുവരുത്തുകയും ചെരുപ്പും തുണിയും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കിണറുകളിൽ പെറുക്കിയിടുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു കുട്ടി അജ്ഞാതനെ കണ്ടു. മുഖംമൂടി ധരിച്ചായിരുന്നു എത്തിയത്. പകൽ ഈ കുട്ടിയെ ഇയാൾ കയറി പിടിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് കുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് അജ്ഞാതൻ ഓടി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി 6 മണി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ജോലിക്ക് പോകാൻ പുറയിലോട്ട് പോയി. വീടിൻ്റെ പുറയിലായിരുന്നു. അപ്പോൾ താഴെ ഒരാൾ നിൽക്കുമായിരുന്നു. താഴെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമായിരുന്നു. അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എന്നെ കണ്ട് തിരിഞ്ഞോടി, പറമ്പിനകത്തോട്ട് ഓടി. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ പുറത്ത് നിന്നപ്പോഴത്തേന് എന്നെ കയറി പിടിക്കാൻ നോക്കി. ഇവിടുന്ന് മണ്ടേന്ന് വരുമായിരുന്നു. അതിന് എന്നെ കയറി പിടിക്കാൻ നോക്കി. ഞാൻ കാലിൻ്റെ മുട്ടിഞ്ഞിട്ട് ചവിട്ടിയപ്പം ഓടുകയും ചെയ്തു, ഇറങ്ങി. പോലീസും നാട്ടുകാരും ചേർന്ന് വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും അജ്ഞാതനെ കണ്ടെത്തുവാനായില്ല. മേഖലയിൽ CCTV അടക്കം സ്ഥാപിക്കുവാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. വിഷയത്തിൽ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏതാണ്ട് ഒരാഴ്ച കാലമായിട്ട് ഇവിടെ നിരന്തരമായ ശല്യമുണ്ട്. ശല്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഏലത്തിൽ ശരം കണ്ടിച്ചിടുക. എന്നാൽ ശരം കണ്ടിച്ച് അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നതേ ഉള്ളൂ. മിക്ക വീടുകളും ഏതാണ്ട് വിജനമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയുള്ള ആരമാണ് ഇതിന് പിന്നിലും തോന്നുന്നു. മേഖലയിൽ CCTVകളില്ലെങ്കിലും സമീപ പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങളും അപരിചിതരായ ആളുകളുടെ വിവരങ്ങളും ശേഖരിച്ചു വരികയാണെന്ന് നെടുങ്കണ്ടം പോലീസ് അറിയിച്ചു. അതേസമയം അജ്ഞാതന്റെ വിളയാട്ടം തുടർക്കഥയായതോടെ ഭീതിയിലാണ് നാട്ടുകാരും. റിപ്പോർട്ടർ ഇടുക്കി.